ഹലോ, ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം ഗ്രീൻ ചില്ലി സോസിന് വേണ്ടിയിട്ട് ചില്ലി ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ടൊരു ജാറിലേക്ക് കുറച്ച് വിനിഗറും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അടുത്ത ചില്ലി സോസിനായിട്ട് ഹോട്ട് വാട്ടറിലേക്ക് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിലും വെളുത്തുള്ളിയും പിന്നെ ഈ ചില്ലി ഇട്ട് കൊടുത്ത് കുറച്ച് വാട്ടർ ഒഴിച്ചൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം ജാറിലേക്ക് ഇട്ട് കുറച്ച് ഷുഗറും സോൾട്ടും വിനിഗറും ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ രണ്ട് സോസും തയ്യാറാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സോയാ സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് സോൾട്ടും വിനിഗറും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ചിക്കൻ തയ്യാറാക്കാം. അതിനായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അരി ഇടാം. 2 കപ്പ് അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് കുറച്ച് സോൾട്ടും ഓയിലും ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചിക്കൻ സോൾട്ടും കുരുമുളകും ഇട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എഗ്ഗ് തയ്യാറാക്കാം. ഓയിൽ ഒഴിച്ച് 2 മുട്ടയും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചിക്കി തോത്തി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞങ്ങൾ ചിക്കൻ തയ്യാറാക്കിയ പാത്രത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ്, ഓണിയൻ, സ്പ്രിംഗ് ഓണിയൻ എടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗും ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നെയ്യും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, പറയാൻ വിട്ടുപോയതാണ്. ചിക്കനും എഗ്ഗും എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ പേസ്റ്റും വിനിഗറും കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് റൈസും ഇതും കൂടി മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.